Hello students. Last class we have a problem വെച്ചിട്ടാണ് ഇവിടെ nth term കണ്ടുപിടിക്കാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട് കാരണം 0യും 1ഉം -1ഉം മാറി മാറി വരുന്നതുകൊണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഫസ്റ്റ് ഡെറിവേറ്റീവിന് 0 തേർഡ് ഡെറിവേറ്റീവിന് 0 fifth ഡെറിവേറ്റീവിന് 0 അങ്ങനെ ഓഡ് പവേഴ്സ് f raised to 2n plus 1 of 0 വരുമ്പോൾ 0 ഈവൻ പവേഴ്സ് വരുമ്പോൾ നോക്കൂ സെക്കൻഡ് ഡെറിവേറ്റീവിന് -1 ഇനി ഫോർത്ത് ഡെറിവേറ്റീവ് ഇവിടെ എഴുതിയിട്ടില്ല എന്നാലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാം അത് +1 ആണ് വരിക അങ്ങനെ -1 +1 -1 +1 ഓർഡർ ചെയ്ത് വരുന്നതുകൊണ്ട് f2 raised to n of 0 equal to -1 whole raised to n 2nലെ n നോക്കിയിട്ട് n-ന്റെ വാല്യൂ അനുസരിച്ചിട്ട് ഇത് -1 +1 ആണ് ഈ ഈവൻ പവേഴ്സിന് മാറി മാറി വരുന്നത്. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ എക്സ്പാൻഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ലാസ്റ്റ് nth ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് പകരം ആ ഈവൻ പവർ വരുന്ന ടൈമാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഓഡ് പവർ വരുന്ന ടൈം അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് കാര്യമില്ല, അത് 0 ആയി പോകുമല്ലോ. അപ്പോൾ ആ ഈവൻ ടൈം വരുന്ന ടൈമാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയിരിക്കുന്നത്. ഇപ്പോഴാണ് നമുക്ക് ഈ ഒരു സീരീസ് എക്സ്പാൻഷൻ അവിടെ കിട്ടുക. അതിനെ വീണ്ടും സമ്മേഷൻ്റെ ഫോമിലാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വരുന്ന ഈ ഫോമിനെയാണ് നമ്മൾ cos xന്റെ എക്സ്പാൻഷനാണ് അവിടെ വരുന്നത്. 1 - x² 2 ഫാക്ടോറിയൽ പ്ലസ് x raised to 4/4 ഫാക്ടോറിയൽ മൈനസ് എക്സെട്ര. അത് കൊസൈൻ സീരീസ് ആണ് കേട്ടോ, ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഇവിടെയുണ്ട്, ഒന്നുകൂടെ പഠിച്ചു വെക്കുക. അടുത്തത് യൂസിങ് മക്ലോറിൻ സീരീസ് ഫൈൻഡ് ദ എക്സ്പാൻഷൻ ഓഫ് സൈൻ എക്സ്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രോബ്ലം ചെയ്യുക. ഇനി അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. പ്രോബ്ലം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കുക. മക്ലോറിൻ സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അറിയാം. ഇതാണ്, ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. പല പ്രോബ്ലംസിലും ഈ സീരീസുകളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. സീരീസ് അടക്കം ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അടുത്ത പ്രോബ്ലം യൂസിങ് മക്ലോറിൻ സീരീസ് എക്സ്പാൻഡ് ലോഗ് 1 + x. അപ്പോൾ മക്ലോറിൻ സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ x0 തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. x0 = 0 അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. കഴിഞ്ഞ പ്രോബ്ലത്തിലായാലും അങ്ങനെ തന്നെ x0 = 0 അങ്ങോട്ട് എടുത്താൽ മതി. അത് അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്, നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവാവുന്നതേ ഉള്ളൂ. ഡെറിവേറ്റീവ്സ് എല്ലാം ഇവിടെ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. തെറ്റാതെ ഡെറിവേറ്റീവ്സ് ഫൈൻഡ് ചെയ്യുക, അതിലെ വാല്യൂസ് 0ലുള്ള വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യുക. സീരീസ് ഇവിടെ എഴുതിയിട്ടില്ല, ജനറൽ ഫോർമുല എഴുതിയിട്ടില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ നോട്ട്ബുക്കിൽ ചെയ്യുമ്പോൾ മസ്റ്റായിട്ട് ഫോർമുല എഴുതിയിട്ട് ചെയ്യുക. കാരണം ഈവൻ നിങ്ങളുടെ പ്രോബ്ലം ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഫോർമുലയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അത് നോട്ട്ബുക്കിൽ എഴുതുമ്പോഴേ ചെയ്ത് പഠിക്കുക, എന്നാലാണ് നമ്മൾ എക്സാമിന് എഴുതുള്ളൂ. വെറുതെ ഉത്തരം മാത്രം എഴുതാതെ ഫോർമുല എഴുതിയിട്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ഉത്തരം ഫൈൻഡ് ചെയ്യുക കേട്ടോ. ലോഗ് 1 + xന്റെ എക്സ്പാൻഷൻ പഠിച്ചു വയ്ക്കുക. അടുത്തത് find the expansion of 1 + x the whole raised to m using Maclaurin series. അപ്പോൾ ഇവിടെ അത് x0 = 0 ആണ്. ഡെറിവേറ്റീവ്സ് എല്ലാം ഫൈൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ 0ൽ ആ വാല്യൂസ് എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. m ഒക്കെ വരുന്നുണ്ട്. m കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്താൽ മതി, അത് അങ്ങനെ തന്നെ എഴുതാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു മിനിറ്റ് കേട്ടോ. പേജ് നമ്പർ എക്സാമ്പിൾ 5. പേജ് നമ്പർ ഒന്ന് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുവരെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ഈ പ്രോബ്ലം വരെ, ഈ പ്രോബ്ലത്തിൻ്റെ ബാക്കി ഒരു മിനിറ്റ് താഴത്തേക്ക് ഒന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ്സ് എല്ലാം ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. nth ഡെറിവേറ്റീവും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഫൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാ ഇവിടെ മക്ലോറിൻ സീരീസിൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇക്വേഷൻ നിങ്ങൾ പ്രാവശ്യം എഴുതണം, എന്നിട്ട് വേണം അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മുടെ ബൈനോമിയൽ എക്സ്പാൻഷൻ, ബൈനോമിയൽ സീരീസ് ആണ് വരുന്നത്, ബൈനോമിയൽ സീരീസ് കേട്ടോ. അപ്പോൾ അതും ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വയ്ക്കാം. അടുത്തത് യൂസിങ് മക്ലോറിൻ സീരീസ് എക്സ്പാൻഡ് 1/1 + x. അതൊന്നും ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. എല്ലാം എളുപ്പമാണ്, നോക്കിയിട്ട് ചെയ്യാം. അടുത്തത് യൂസിങ് മക്ലോറിൻ സീരീസ് എക്സ്പാൻഡ് tan x അപ് ടു ദ ടേം കണ്ടെയ്നിങ് x raised to 5. tan x ആണ് തന്നിരിക്കുന്നത്. x raised to 5ന്റെ ടേം ഉള്ള വരെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പോൾ x0 = 0 എന്ന് എടുത്താൽ മതി. y = tan x, f of 0 = tan 0 = 0. f dash എന്ന് പറഞ്ഞാൽ y1, that is 6² x ആണ്. അപ്പോൾ f dash of x
കാൽക്കുലേറ്റ് ചെയ്യുക. 6 സ്ക്വയർഡ് എക്സ് ആണ്. 6 സ്ക്വയർഡ് എക്സിന് നമുക്ക് വേണമെങ്കിൽ 1 പ്ലസ് ടാൻ സ്ക്വയർഡ് എക്സ് എന്ന് എഴുതാം അല്ലേ. 1 പ്ലസ് ടാൻ സ്ക്വയർഡ് എക്സ് എഴുതി കഴിഞ്ഞാൽ അതിന് നമുക്ക് 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതാം. കാരണം ടാൻ എക്സിന് നമ്മൾ വൈ എന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. കാരണം ഇനി 6 സ്ക്വയർഡ് എക്സിനെ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് നമ്മൾ വേറൊരു ടൈപ്പായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ y ഈക്വൽ ടു ടാൻ എക്സ് എടുത്തു. 6 സ്ക്വയർഡ് എക്സിനെ നമ്മൾ ആ ടാൻ എക്സിന്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതി. അതായത് നമുക്ക് y1 എഴുതാം ഫസ്റ്റ് ഡെറിവേറ്റീവിനെ. അതിന് നമ്മൾ 1 പ്ലസ് വൈ സ്ക്വയർ, ടാനിന് നമ്മൾ y എന്നല്ല എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 പ്ലസ് വൈ സ്ക്വയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ y1 ഓഫ് 0 കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ് 0 എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ y1 ഓഫ് 0 ആണ്. y1 ഓഫ് 0 എന്ന് പറഞ്ഞാൽ 1 പ്ലസ് വൈ സ്ക്വയർ ഓഫ് 0 ആണ്. എവിടേക്ക് y ഉണ്ടോ അവിടെ അറ്റ് 0 അത് ഇവാലുവേറ്റ് ചെയ്ത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 പ്ലസ് y അറ്റ് 0 നമ്മൾ 0 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 പ്ലസ് 0 1 തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 1 പ്ലസ് വൈ സ്ക്വയർ ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇനി ഇതിൻ്റെ ടേംസിൽ തന്നെ ബാക്കി എല്ലാ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അറ്റ് 0 നമ്മളിവിടെ വാല്യൂസ് കണ്ടുവയ്ക്കുന്നുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 1ന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. 2 ഇൻറ്റു വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് y1. ഓക്കെ, വൈയുടെ ഡെറിവേറ്റീവ് ആണ് y1 എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ഇൻറ്റു വൈ ഇൻറ്റു y1 വരും സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ. ഇനി അത് അറ്റ് 0 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ y2 ഓഫ് 0 ആണ് കണ്ടുപിടിക്കേണ്ടത്. y2 ഓഫ് 0 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു വൈ ഓഫ് 0 ഇൻറ്റു y1 ഓഫ് 0. y ഓഫ് 0 ഈക്വൽ ടു 0 എന്നറിയാം, y1 ഓഫ് 0 ഈക്വൽ ടു 1 എന്നറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എടുക്കുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ നമുക്കിവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ 2 ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് y1 ഇൻറ്റു y1. അപ്പോൾ y1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വൈ ഇൻറ്റു y1ന്റെ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് y2. പ്രൊഡക്റ്റ് റൂൾ ആട്ടോ നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഇതാണ് അതിൻ്റെ ഡെറിവേറ്റീവ് വരിക. അപ്പോൾ അത് അറ്റ് 0 ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ y3 ഓഫ് 0 കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ അത് 2 ഇൻറ്റു y1 ഓഫ് 0ന്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു വൈ ഓഫ് 0 ഇൻറ്റു y2 ഓഫ് 0 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അതുപോലെ നമ്മൾ വീണ്ടും ഇതിനെ നമ്മൾ വീണ്ടും പ്രൊഡക്റ്റ് റൂളൊക്കെ അപ്ലൈ ചെയ്ത് തേർഡ് ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അത് തേർഡ് ഡെറിവേറ്റീവ് അറ്റ് 0 ഇവാലുവേറ്റ് ചെയ്യുക. അപ്പോൾ 0 കിട്ടും. എഗെയിൻ തേർഡ് ഫോർത്ത് ഡെറിവേറ്റീവ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി ഫിഫ്ത്ത് ഡെറിവേറ്റീവ് പ്രൊഡക്റ്റ് റൂളൊക്കെ വെച്ച് ഫൈൻഡ് ചെയ്യുമ്പോൾ അതാ ഇത് കിട്ടും. ഞാൻ പറഞ്ഞു തന്ന പോലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ആ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അത് അറ്റ് 0 ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 16 കിട്ടും. അപ്പോൾ ഇതാണ് വാല്യൂ വരുന്നത്. അപ്പോൾ എക്സ് റൈസ് ടു 5ന്റെ ടേം വരെ എന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഫിഫ്ത്ത് ഡെറിവേറ്റീവ് വരെ മതിയാവും. എന്നിട്ട് അത് നമ്മുടെ സീരീസ് എക്സ്പാൻഷൻ എഴുതുക, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കുറേ ടേംസ് ഒക്കെ 0 ആയി പോവും. നമുക്ക് ഇവിടെ വാല്യൂസ് സീറോസ് ചിലതിന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ളതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് ടാൻ എക്സിൻ്റെ എക്സ്പാൻഷൻ ആണ് കേട്ടോ. ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, ഇത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇത് കണ്ടോ, ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തു പോകുന്നത്. y എന്നൊക്കെ എടുത്തിട്ട് y എടുക്കും, പിന്നെ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ y1 എടുക്കും, പിന്നെ അതിൻ്റെ ടേംസിലാണ് ബാക്കിയുള്ള ഡെറിവേറ്റീവ് കണ്ടുപിടിച്ച് പോകുന്നതും അറ്റ് 0 ഇത് ഇവാലുവേറ്റ് ചെയ്ത് പോകുന്നതും. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് പ്രത്യേകം ഓർത്ത് വെച്ചോളൂ കേട്ടോ, ഈ മെത്തേഡിൽ ചെയ്യുന്നത്. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, സീക്കിനെ പിന്നെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടുതലാണ് വരിക. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം ഇങ്ങനെ ഒന്ന് ചെയ്തു പോയത്. പക്ഷെ ഇത് തെറ്റൊന്നുമല്ല, ശരിയായ രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തു പോയിരിക്കുന്നത്. വ്യത്യാസമുള്ള ഒരു പ്രോബ്ലമാണ്. മറ്റേതുപോലെ നമ്മൾ പോകാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പ്രോബ്ലം ഈ രീതിയിൽ ചെയ്തു പോയത്. അപ്പോൾ ചില പ്രോബ്ലംസ് നമ്മൾ ഈ ഒരു രീതിയിലാണ് പ്രൊസീഡ് ചെയ്യുക. അങ്ങനത്തെ പ്രോബ്ലംസിനെ ഒന്ന് ഓർത്തിരുന്നുള്ളൂ. അപ്പോൾ ടാൻ എക്സ് അത്തരത്തിലൊരു പ്രോബ്ലമാണ്. അപ്പോൾ അതിനെ പ്രത്യേകം ഓർത്തിരിക്കാം. ഓക്കെ, അടുത്തത് using the series expansion, Maclaurin series expand tan inverse of x and hence deduce the Gregory series pi by 4 is equal to 1 minus 1 by 3 plus 1 by 5 minus 1 by 7 plus etc. ആദ്യം നമുക്ക് tan inverse എക്സിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ y ഈക്വൽ ടു ഇതും അതേ ആ y1 y2 എന്നൊക്കെ എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ടാനിൻ്റെ എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ എഫ് ഓഫ് 0 ഈക്വൽ ടു y ഓഫ് 0 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 0 എന്ന് കിട്ടും. ഇനി ഫസ്റ്റ് ഡെറിവേറ്റീവിനെ y1 എടുക്കാം. ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് അറിയുന്നതാണ് അല്ലേ, 1/1 പ്ലസ് എക്സ് സ്ക്വയർ എന്നുള്ളത് +2 പഠിച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ അതിൽ എഫ് ഡാഷ് ഓഫ് 0, അതായത് ദീസ് y1 ഓഫ് 0, എഫ് ഡാഷ് ഓഫ് 0 എന്ന് അല്ലെങ്കിൽ y1 ഓഫ് 0 എന്ന് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ദാറ്റ് ഈസ് 1 + 0 1 എന്ന് കിട്ടും. ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതാണ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. നമുക്ക് വേണമെങ്കിൽ ഇതിനെ 1 + x² ദ ഹോൾ റേസ് ടു -1 എഴുതാം.
എന്നിട്ട് ഇതിന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ തൊട്ട് മുകളിൽ നമ്മൾ കണ്ടു. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താന്നുള്ളത്. ബൈനോമിയൽ എക്സ്പാൻഷൻ എന്തായിരുന്നു? 1 plus x the whole raised to m is equal to 1 plus mx plus m into m minus 1 by 2 factorial into x square plus m into m minus 1 into m minus 2 by 3 factorial into x cube plus etc. എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 1 by 1 plus x square ആയിരുന്നു. അതിന് നമ്മൾ 1 plus x square the whole raised to minus 1 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് 1 minus x square പിന്നത്തെ വരുമ്പോൾ പ്ലസ് വരും. പ്ലസ് എക്സ് റേസ് ടു 4 മൈനസ് എക്സ് റേസ് ടു 6 പ്ലസ് എക്സെട്ര എന്ന് ആ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അവിടുത്തെ ഹോൾ റേസ് ടു എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ -1 ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതി പോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇത് ജോമെട്രിക് സീരീസ് ആയിട്ട് കൺസിഡർ ചെയ്താലും മതിയാവും. ഇങ്ങനെയായാലും നമുക്കതിന് ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ കിട്ടും. ഇനി നമുക്കതിൻ്റെ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. ടാൻ എക്സിൻ്റെ ചെയ്ത പോലെ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതിലും കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇങ്ങനെ എക്സ്പാൻഷൻ എഴുതിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെറിവേറ്റീവ് തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പ്രോബ്ലം ഒന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇത് എക്സ്പാൻഷൻ എഴുതിയിട്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ്. ഇനി നമുക്കറിയാലോ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 കണ്ടുപിടിച്ചു. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് എഴുതി, അതിൻ്റെ 0 കണ്ടുപിടിച്ചു. ഫോർത്ത് ഡാഷ് ഓഫ് എക്സ് എഴുതി, അതിന് കറസ്പോണ്ടിങ് 0ൽ അത് വാല്യൂറ്റ് ചെയ്തു. ഫിഫ്ത്ത് ഡാഷ് ഓഫ് എക്സ് എഴുതി, അതിന് കറസ്പോണ്ടിങ് 0ൽ വാല്യൂറ്റ് ചെയ്തു. മക്ലോറിൻ സീരീസ് എഴുതി, മക്ലോറിൻ സീരീസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ ഇങ്ങനെയാണ് എക്സ്പാൻഷൻ കിട്ടുക. ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് ക്യൂബ് ബൈ 3 പ്ലസ് എക്സ് റേസ് ടു 5 by 5 മൈനസ് എക്സെട്ര. നമ്മളിവിടെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഗ്രിഗറി സീരീസ് 5/4 ഈക്വൽ ടു സംതിങ് എന്നുള്ള അത് റിഡ്യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് പുട്ട് എക്സ് ഈക്വൽ ടു 1 ഇൻ ദ എബവ് എക്സ്പാൻഷൻ. ഇതിൽ എക്സിന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് 1 എന്ന് വരും. ഇവിടെ ടാൻ ഇൻവേഴ്സ് 1 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ടാൻ ഇൻവേഴ്സ് 1 ഈസ് 5/4. അപ്പോൾ അവിടെ 5/4 കൊടുക്കുക. ബാക്കി ഇവിടെ നമുക്ക് 1 മൈനസ് 1/3 പ്ലസ് 1/5 മൈനസ് 1/7 എക്സെട്ര അങ്ങനെയാണ് വരുന്നത്. മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ. Using Maclaurin series show that e raised to x equal to this one. അത് നമ്മൾ പ്രോബ്ലം ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ട വാല്യൂ ഓർത്തിരുന്നോളൂ കേട്ടോ. ഇപ്പുറത്തെ സൈഡ് നോക്കിയാൽ ഏകദേശം നിങ്ങൾക്ക് അറിയാം. ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ പ്ലേസിൽ 1 ആയേ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1 ആണ് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് മറക്കാതെ ഓർത്തിരുന്നോളൂ. അടുത്തത് യൂസിങ് Maclaurin സീരീസ് എക്സ്പാൻഡ് e raised to 2x. അപ്പോൾ ഇതാ ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാലോ. പിന്നെ ഞാനിനി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഈ റേസ് ടു 2x അവിടെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതിയാവും. നെക്സ്റ്റ് നമുക്ക് കൺവേർജൻസ് ഓഫ് ടൈലർ സീരീസ് ആണ്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.